CBR അനൂപ്, നോക്കൂ, കേന്ദ്ര സർക്കാർ പലകുറി പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നടക്കുന്നതൊക്കെ വ്യാജ പ്രചാരണമാണ്, ആളുകൾ കൂട്ടം കൂടി ഇങ്ങനെ ഇന്ധനത്തിന് സിലിണ്ടറിന് വേണ്ടി നിൽക്കുന്നതൊക്കെയാണ് ആ ഘട്ടത്തിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ നോക്കൂ, ഒരു ഇടുത്തി പോലെ 195 രൂപ വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ വർദ്ധിപ്പിക്കേണ്ട അനിവാര്യതയിലേക്ക് വന്നതാണോ, അതോ ഈ നനഞ്ഞ ഇടം കുഴിക്കുകയാണോ ഇപ്പോൾ എണ്ണ കമ്പനികൾ? CBR അനൂപ്, അല്ല, ആളുകൾ പേടിക്കേണ്ടതില്ല, ആളുകളെ ബാധിക്കില്ല എന്നൊക്കെ കേന്ദ്ര സർക്കാർ നിരന്തരം പറയുമ്പോൾ ഇന്ന് ഏപ്രിൽ 1 ഒരിക്കൽ കൂടി ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ്. ഇപ്പോൾ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് ജീവിതം കൂടുതൽ ദുസ്സഹമാണ്. ഇപ്പോ സാധാരണ എത്രയോ നമുക്കറിയാം, പോകുന്ന ഇടങ്ങളിലൊക്കെ ഇപ്പോ റോഡ് നിരത്തുകളിലൊക്കെയുള്ള ചെറിയ ചായക്കടകളൊക്കെ ഏതാണ്ട് അടച്ചിരിക്കുന്നു. വൻകിട ഹോട്ടലുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അവിടെ തന്നെ വിഭവങ്ങളുടെ കാര്യത്തിലൊക്കെ, സാധാരണക്കാർക്ക് പ്രാപ്യമായ വിഭവങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ ദൗർലഭ്യമാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് എടുത്താൽ അവിടെ ഇപ്പോ മസാല ദോശയും പൂരിയും മാത്രമേ ഉള്ളൂ. കട്ട്ലൈറ്റും അങ്ങനെ ചെറിയ കടികൾ സാധാരണക്കാർ കഴിക്കുന്ന ലഘു വിഭവങ്ങളൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്നേ. ഇത് രണ്ട് തരത്തിലാണ് ബാധിക്കുന്നത്. ഒന്ന്, പുറത്ത് യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് കാര്യങ്ങൾ ദുസ്സഹമാവുന്നു. പിന്നെ ഈ പറയുന്ന ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളെ സംബന്ധിച്ച് ഈ ചെറുകിട കടകൾ, ചെറുകിട ചായ കടകളൊക്കെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ഇത് ആ അർത്ഥത്തിൽ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.